ആയുധ സ്റ്റോറേജുകൾ തീർന്നുപോയതിന്റെ പേരിൽ യുദ്ധം നിർത്തിയ അമേരിക്കയെ വീണ്ടും വരിഞ്ഞു മുറുക്കുകയാണ് ഇറാൻ. അതിശക്തമായൊരു മുന്നറിയിപ്പ് ഇപ്പോൾ ഇറാൻ അമേരിക്കക്ക് നൽകിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ഇറാന്റെ എല്ലാ കപ്പലുകൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അമേരിക്ക. അതായത് ഹോർമുസ് കടലിടുക്കിന് പുറത്തേക്ക് കടക്കുന്ന ഏത് ഇറാന്റെ കപ്പലുകളെയും ആക്രമിക്കും, അവയെ വാണിജ്യ രംഗത്ത് നിന്ന് തടയും എന്നതാണ് ട്രംപിന്റെ തീരുമാനം. ഈ തീരുമാനങ്ങൾ അനുസരിച്ച് ഇറാന് നിലവിൽ എണ്ണ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് അമേരിക്ക ഉണ്ടാക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാൻ ട്രംപിന് ശക്തമായ ഇരുട്ടടിയാണ് നൽകിയിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്താനുള്ള ഏതെങ്കിലും രീതിയിലുള്ള മിലിറ്ററി ആക്ഷൻ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അതൊരു യുദ്ധമായി ഞങ്ങൾ കാണും, ശക്തമായി പ്രതികരിക്കും എന്നാണ്. അതിശക്തമായ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും എന്നതൊരു യുദ്ധമായി പ്രഖ്യാപിച്ച് തിരിച്ചടിക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിൽ ഇറാൻ അങ്ങനെ ഒരു യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇടിത്തീ പോലെയാണ്. കാരണം പ്രതിരോധ സംവിധാനങ്ങളിൽ, പ്രതിരോധ സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈലുകളുടെ ലഭ്യത ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യുദ്ധം നിർത്തിയത് എന്നത് വ്യക്തമായിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഇനിയും ആക്രമിക്കുമെന്ന് ഇറാൻ പറയുമ്പോൾ അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ്. അത് വൈറ്റ് ഹൗസ് വാഷിംഗ്ടണിൽ നിന്ന് തന്നെ ട്രംപിന് അതിശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള കാരണമാകും. മാത്രമല്ല, അത് അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ എനർജി ക്രൈസിസ് ഉണ്ടാവുകയും ഓയിലിന് വില വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഇതെല്ലാം ട്രംപിന് നെഗറ്റീവായി ബാധിക്കും. ട്രംപിന് അതിശക്തമായ രൂപത്തിൽ ലോകതലങ്ങളിൽ നിന്നും മാത്രമല്ല അമേരിക്കയിൽ നിന്ന് തന്നെ ഒരു തിരിച്ചടിയായി മാറും. എന്നാൽ അങ്ങനെയുള്ള ഒരു ഇരുട്ടടിക്കാണ് ഇപ്പോൾ ഇറാൻ ഒരുങ്ങുന്നത്. ആ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് അമേരിക്കയുടെ ആയുധങ്ങളിലുള്ള പരിമിതി മുന്നിൽ വെച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ അമേരിക്കയെ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിർബന്ധിക്കുക, ഞങ്ങളുടെ കപ്പലുകൾ സുഗമമായി എണ്ണ എക്സ്പോർട്ട് ചെയ്യാൻ അനുവദിക്കണം എന്ന കാര്യം ഇപ്പോൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിന്റെ അധികാരം വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറല്ല താനും. ആ രൂപത്തിൽ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.